പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നി വചന ശുശ്രൂഷകൾ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. തിരുഹൃദയത്തിന്റെ കരുണയാൽ നിങ്ങൾ പൂരിതരാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങളെ ഇങ്ങനെ അഭിസംബോധന ചെയ്യാൻ എനിക്ക് വലിയ സന്തോഷമാണ്. വചനം കേൾക്കാൻ ദൈവം തിരഞ്ഞെടുത്തെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് ഓരോ അഭിഷേക എപ്പിസോഡുകൾക്ക് വേണ്ടി ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത് കൊണ്ടാണ് നമുക്ക് വരാൻ വേണ്ടി പറ്റുന്നത്. അവർക്ക് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. ചെറിയ കുഞ്ഞുങ്ങളെ നിങ്ങളെ പ്രത്യേകം കർത്താവ് തിരഞ്ഞെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലായിടത്തും ഒന്നാം സ്ഥാനമുണ്ട് ദൈവിക കാര്യങ്ങളിൽ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഞാൻ നിങ്ങളെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഗലാത്യ 1:24 വചനമുണ്ട്, എന്നെ പ്രതി അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. കാരണം ശരിക്കും പറഞ്ഞാൽ എന്തുമാത്രം ഒരു ദൈവഭക്തി കർത്താവ് നമുക്ക് തന്നു. നമുക്ക് ദൈവഭക്തി ഉള്ളത് കൊണ്ടല്ലേ നമുക്ക് ഇങ്ങനെ ക്ലാസ്സിന് വന്നിരിക്കാൻ തോന്നുന്നത്. ഈ ദൈവഭക്തി ഉള്ളത് കൊണ്ടല്ലേ ഈ അരമണിക്കൂർ സമയം നമ്മളിങ്ങനെ ചെലവഴിക്കുന്നത്. ഈ ദൈവഭക്തി ഉള്ളത് കൊണ്ടല്ലേ നമ്മൾ ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നത്. എന്തുമാത്രം അനുഗ്രഹം. വാസ്തവത്തിൽ സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 14-ാമത്തെ അധ്യായത്തിൽ 26-ാം തിരുവചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ദൈവഭക്തി എന്ന് പറയുന്നത് ബലിഷ്ഠമായ ആശ്രയമാണ്. ദൈവഭക്തി ബലിഷ്ഠമായ ആശ്രയമാണ്. എന്നിട്ട് പറയാം, മക്കൾക്ക് അത് അഭയസ്ഥാനമായിരിക്കും. ഇപ്പം എപ്പോഴും നമുക്കൊരു അഭയസ്ഥാനമായിരിക്കും ദൈവഭക്തി. കാരണം ദൈവഭക്തി ഉണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും പ്രാർത്ഥനയിൽ നമ്മൾ അഭയം പ്രാപിക്കും. ദൈവഭക്തി ഉണ്ടെങ്കിൽ നമ്മൾ ധ്യാനത്തിന് പോകും. ദൈവഭക്തി ഉണ്ടെങ്കിൽ ചെറിയ ചെറിയ നിർദ്ദേശങ്ങൾ കേട്ടനുസരിക്കും. ഞാൻ ഓർക്കണം, ഒരു കുടുംബം അട്ടപ്പാടി ധ്യാനിക്കാൻ വേണ്ടി വന്നു. അവർക്ക് ശരിക്കും ദൈവഭക്തി ഉള്ളത് കൊണ്ട് അവർ ദൈവഭക്തിയിൽ ആശ്രയിച്ചു. അവർ ദൈവം പടിപടിയായിട്ട് അനുഗ്രഹിച്ചത് അത് നല്ലൊരു അനുഭവം. നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എൻ്റെ പേര് ഷിനു, ഹസ്ബൻഡിൻ്റെ പേര് ജിനു. ഞങ്ങൾ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് വരുന്നത്, പനമുക്ക് ഇടവകയിൽ നിന്നാണ്. ഞങ്ങൾക്ക് കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷമായിട്ട് മക്കളുണ്ടായിരുന്നില്ല. ഞങ്ങൾ രണ്ടുപേരും ദുബായിൽ സെറ്റിൽഡ് ആയിരുന്നു. 8 വർഷത്തോളം ഞങ്ങൾ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്തിരുന്നു. ഒന്നും ശരിയാവാതെ വന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അവിടെ വർക്ക് ചെയ്യായിരുന്നു. ഞാൻ ടീച്ചറായിട്ടും ഹസ്ബൻഡ് അവിടെ മാനേജറായിട്ടും വർക്ക് ചെയ്യായിരുന്നു. ഞങ്ങൾ ഫിനാൻഷ്യലി ഇതൊന്നും നോക്കാതെ രണ്ടുപേരുടെയും ജോലി റിസൈൻ ചെയ്ത് ഞങ്ങൾ നാട്ടിലോട്ട് വരാൻ തീരുമാനിച്ചു. റിസൈൻ ചെയ്ത് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കുന്നതിനൊപ്പം തന്നെ സെഹിയോനിൽ ഒരു ധ്യാനം ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നു. കാരണം ഞങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തം ഉണ്ടായിരുന്നില്ല. നാട്ടിൽ വന്ന് എന്ത് ചെയ്യണം, ജോലിയില്ല, ഫിനാൻഷ്യലായിട്ട് വലിയ ബാക്കപ്പ് ഒന്നും ഇല്ലെങ്കിലും കുട്ടികളില്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാത്തതുകൊണ്ട് ആദ്യം തീരുമാനം എടുക്കാൻ വേണ്ടി സെഹിയോനിലൊരു ധ്യാനം കൂടിയിട്ടാവാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ വന്ന് പിറ്റത്തെ ആഴ്ച തന്നെ ഇവിടേക്ക് ഞങ്ങൾ ധ്യാനത്തിന് വേണ്ടി വന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ശുശ്രൂഷകർ തന്നെ അന്ന് ആദ്യമായിട്ട് അഭിഷേകാഗ്നി സിസ്റ്റേഴ്സിൻ്റെ ദമ്പതി ധ്യാനം തുടങ്ങുകയായിരുന്നു. അപ്പോൾ ഫാദർ സേവ്യർ ഖാൻ വട്ടായിലച്ചൻ്റെയും ബിനോയച്ചൻ്റെയും സിസ്റ്റർ എമിയുടെയും നേതൃത്വത്തിലുള്ള ദമ്പതി ധ്യാനത്തിലേക്ക് ഞങ്ങളെ താല്പര്യം ഉണ്ടെങ്കിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ അതിലേക്ക് മാറി. അതിൽ മിക്കവാറും ആളുകളും മക്കളില്ലാത്ത ദമ്പതികളായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു പ്രത്യേക ധ്യാനം പോലെയായിരുന്നു അത്. ആ ധ്യാനത്തിൽ കൗൺസിലിങ്ങിൽ സിസ്റ്റർ എമിയും അതുപോലെ ബിനോയച്ചനും ഒക്കെ ഞങ്ങളോട് പറഞ്ഞിരുന്നു മക്കളെ നൽകി ദൈവം അനുഗ്രഹിക്കുന്നുണ്ടെന്ന്. അതുപോലെ എനിക്ക് സെർവിക്കൽ സ്പോണ്ടിലൈസിസ് ഉണ്ടായിരുന്നു. ഞാൻ ദുബായിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു 6-7 വർഷമായിട്ട് ഒരു ചെറിയ ജോലി പോലും കൈകൊണ്ട് ഇളക്കുകയോ അല്ലെങ്കിൽ ചെറിയൊരു വെയിറ്റ് ബാഗ് എടുക്കാനോ ഒന്നും എനിക്ക് പറ്റത്തില്ലായിരുന്നു. പക്ഷെ ഞാൻ ആ ധ്യാനത്തിൽ അത് മാറുന്നതിന് വേണ്ടി ഒന്നും പ്രാർത്ഥിച്ചിട്ടില്ല. ഒരു കുഞ്ഞിനെ തരണമെന്ന് മാത്രമേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. പക്ഷെ ആ ധ്യാനത്തിൻ്റെ കഴിഞ്ഞ പിറ്റേ ദിവസം മുതൽ തന്നെ എനിക്ക് ആ വേദന പിന്നെ ഉണ്ടായിട്ടില്ല. ഇപ്പം 3 വർഷത്തോളമായി ആ വേദന ഉണ്ടായിട്ടില്ല. ദൈവം എനിക്ക് ആദ്യം ആ വേദന മാറ്റി തന്നത്, എന്നാൽ മാത്രമേ ഒരു കുഞ്ഞിനെ തന്നാൽ ആ കുഞ്ഞിനെ നോക്കാനും എടുക്കാനും കൊണ്ട് നടക്കാനും ഒക്കെ എനിക്ക് ആരോഗ്യം ഉണ്ടാവുള്ളൂ എന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ദൈവം അതാദ്യം മാറ്റി തന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
പിന്നെ സിസ്റ്റേഴ്സിൻ്റെ സൂം മീറ്റിംഗ് ഉണ്ടാവാറുണ്ട്. ഫ്രൂട്ട് ഓഫ് മേരി മഹാനായും എന്ന് പറഞ്ഞിട്ടുള്ള മക്കളില്ലാത്ത ദമ്പതികൾക്കും അതുപോലെ തന്നെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള അമ്മമാർക്കും വേണ്ടിയിട്ട് അതിലും ഞങ്ങൾ പങ്കെടുക്കാറുണ്ട്. അതേപോലെ അഭിഷേകാഗ്നി എല്ലാ ഞായറാഴ്ചയും ഞങ്ങൾ കുടുംബത്തോടെ കാണാറുണ്ട്. അങ്ങനെ പ്രാർത്ഥനയിൽ ദൈവം 1 വർഷം കഴിഞ്ഞപ്പോൾ മാർച്ച് 19 2021 മാർച്ച് 19 ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുകയും ഔസേപ്പിതാവിൻ്റെ മരണത്തിരുന്നാളിൻ്റെ അന്നാണ് ഞങ്ങൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നത്. നവംബർ 18 2021 നവംബർ 18 ഒരു മകനെ നൽകി ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. ഔസേപ്പിതാവിനോടുള്ള ഒരു മാധ്യസ്ഥം കൂടി ഉള്ളതുകൊണ്ട് ഞങ്ങൾ അവനെ ജോസഫ് എന്നാണ് പള്ളിയിൽ പേരിട്ടത്. ജോഷുവ എന്ന് വിളിക്കുന്നു. അതിനുശേഷം ജനിച്ചതിന് ശേഷം അവൻ നിർത്താതെ കരച്ചിലായിരുന്നു. ഒരു ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിലൊക്കെ രാത്രി ഞാനും അമ്മയും ഉറങ്ങാതെ, ഞാൻ സിസേറിയൻ കൂടി ആയിരുന്നുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ എല്ലാ ദിവസവും ബിനോയച്ചിൻ്റെ 1 മിനിറ്റുള്ള ഒരു ടോക്ക് ഉണ്ടാവാറുണ്ട്, 5 മണിക്കുള്ളത്. ആ ടോക്ക് കാണാറുണ്ട്. അതിലൊരു സാക്ഷി ഉണ്ടായിരുന്നു, ഒരു കുട്ടി നിർത്താതെ കരഞ്ഞിട്ട് ടോക്ക് കേൾപ്പിച്ച് പ്രാർത്ഥിച്ചത്. അപ്പോൾ മോൻ അന്നും നിർത്താതെ കരഞ്ഞു. അപ്പം ഞാൻ ഈ ടോക്ക് മോൻ്റെ അടുത്ത് വെച്ച് കേൾപ്പിച്ചു. അന്ന് രാത്രി മുതൽ അവൻ സാധാരണ പോലെ ഉറങ്ങാൻ തുടങ്ങി. ഒരു കുഴപ്പമുണ്ടായിട്ടില്ല ഞങ്ങൾക്ക്. പിന്നീട് അവൻ ഇപ്പോൾ എല്ലാവരെ പോലെ സാധാരണ പോലെ ഉറങ്ങുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്ക് സഹോദരങ്ങളെ, ദൈവഭക്തരെ ഏതൊക്കെ വഴികളിലൂടെയാണ് ദൈവം പരിപാലിക്കുന്നത്. പടിപടിയായിട്ട് ദൈവം അനുഗ്രഹിക്കുക. ആ കുടുംബത്തിന് പ്രത്യേകം നല്ല ദൈവഭക്തിയുള്ള കുടുംബമാണ്. അപ്പോൾ അവരുടെ ജീവിതത്തിൽ മക്കളെ സ്വീകരിക്കുക വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് അവർ പിന്നെ ജോലി നോക്കിയില്ല, സമ്പത്ത് നോക്കിയില്ല, വേഗം ജോലി രാജിവെച്ച് വന്ന് ഒരു ധ്യാനം കൂടാൻ തീരുമാനം എടുക്കുക. അപ്പോൾ ദൈവഭക്തി ഉള്ളവർ ദൈവിക കാര്യങ്ങളിലാണ് ആശ്രയം വെക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇനി അവരെ ദൈവം പരിപാലിക്കുന്ന വിധം നോക്ക്. അപ്പോൾ അഭിഷേകാഗ്നി സിസ്റ്റേഴ്സിൻ്റെ ഈ അവരുടെ ജീവിതത്തിൽ ദൈവം ഇടപെടാൻ തീരുമാനിച്ചത് അഭിഷേകാഗ്നി സിസ്റ്റേഴ്സിലൂടെയാണ്. അപ്പോൾ അവരൊരു ചെറിയ ദമ്പതി ധ്യാനം. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്നത് നമ്മൾ വിചാരിക്കുന്ന വ്യക്തികളിലൂടെ ആയിരിക്കും, പല വ്യക്തികളുടെ ആയിരിക്കും. ഫ്രൂട്ട് ഓഫ് മേരി മഹാനായി എന്ന് പറഞ്ഞാൽ പിന്നെ ദമ്പതി മാതാക്കളാകാൻ ഒരുങ്ങുന്നവർക്ക് വേണ്ടിയുള്ള ചെറിയ ശുശ്രൂഷയാണ്. എല്ലാ തിങ്കളാഴ്ചയും 8 മണിക്കാണ് ശുശ്രൂഷ ഓൺലൈനായിട്ട്. അതിലൂടെ എല്ലാം ദൈവം ഇടപെടുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ കുടുംബത്തെ ശ്രദ്ധിക്കുക. അതിനുശേഷം അടുത്ത പ്രതിസന്ധി വന്നു. അപ്പോഴും ദൈവത്തെ ആശ്രയിച്ച് എല്ലാം കൊച്ചു കരഞ്ഞ് ദൈവത്തെ ആശ്രയിച്ചു. അതാണ് ദൈവഭക്തി വലിയ സമ്പത്താണ്. അതൊരു ആരാമം പോലെ, അത് മനുഷ്യനെ ആവരണം ചെയ്യുന്ന പ്രഭാഷകന്റെ പുസ്തകത്തിൽ പറയുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് സഹോദരങ്ങൾ, നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ താലന്തുകൾ, ദൈവഭക്തിയാകുന്ന താലന്ത്, വിശ്വാസമാകുന്ന കൃപ, അതെല്ലാം ഉജ്ജ്വലിപ്പിക്കണം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, കാര്യങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. സ്തുതിക്കുന്ന, ആരാധിക്കുന്ന, നന്ദി പറയുന്ന കർത്താവേ, ആരാധന, 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 ആരാധന. എന്റെ മഹത്വം കാണുക നീ, എന്റെ കയ്യിൽ തരിക നീ. കൈയടിച്ച് എന്റെ മഹത്വം കാണുക നീ, എന്റെ കയ്യിൽ തരിക നിന്നെ. എന്റെ ശക്തി ഞാൻ നിന്നിൽ പകർന്ന് എന്നും നടത്തിയിടും കൃപയിൽ. എന്റെ ശക്തി ഞാൻ നിന്നിൽ പകർന്ന് എന്നും നടത്തിയിടും കൃപയിൽ. ഉയർത്തി കൈയടിച്ച് കരുതുന്നവൻ ഞാനല്ലയോ, കരയുന്നതെന്തിനു നീ. കരുതുന്നവൻ ഞാനല്ലയോ, കരയുന്നതെന്തിനു നീ. കണ്ണുനീരിന്റെ താഴ്വരയിൽ കരയുകയില്ല. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ കർത്താവേ, ഞങ്ങൾക്കുള്ള എല്ലാ കൃപകളും ഇപ്പോൾ ഉജ്ജ്വലിക്കട്ടെ കർത്താവേ. ദൈവഭക്തിയാകുന്ന വലിയ സമ്പത്ത് കർത്താവേ സുലഭന സഭയിൽ ഉജ്ജ്വലിക്കട്ടെ കർത്താവേ. ദൈവത്തെ ആശ്രയിക്കുന്നത് ഉജ്ജ്വലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ദൈവം കരുതുന്നവനാണ്, ഇടപെടുന്നവനാണ് എന്ന ബോധ്യം ഹൃദയത്തിൽ ഇപ്പോൾ ജ്വലിക്കട്ടെ. വിശ്വാസം ജ്വലിക്കട്ടെ, പ്രാർത്ഥന ജ്വലിക്കട്ടെ, പ്രത്യാശ ജ്വലിക്കട്ടെ, ഹൃദയം ജ്വലിക്കട്ടെ, ആത്മാവ് കത്തി പടരട്ടെ, ബലപ്പെടുത്തട്ടെ, ഉറച്ചു നിൽക്കാൻ കൃപ ലഭിക്കട്ടെ. ആരാധന, ആരാധന, ആരാധന. യേശുവേ, ആരാധന, 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 ആരാധന. യേശുവേ, ആരാധന, യേശുവേ, ആരാധന, യേശുവേ, ആരാധന. കർത്താവേ, അനുഗ്രഹിക്കണേ കർത്താവേ, അനുഗ്രഹിക്കണേ കർത്താവേ. ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കാൻ തക്ക വിധം
കർത്താവേ, ദൈവത്തിൻ്റെ കരുതലും മനസ്സിലാക്കാൻ തക്ക വിധം ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണേ, ഉറപ്പിച്ചു നിർത്തണേ കർത്താവേ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. നമുക്കിരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, ലോകത്തെ ഉപേക്ഷിച്ചവരെ ലോകം കാണുന്ന രീതി. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. ഒരു പരിധി വരെ ലോകത്തെ ഉപേക്ഷിച്ചവരാണ് നമ്മൾ എല്ലാവരും തന്നെ. എന്നാൽ ഓരോ ക്രിസ്ത്യാനി എന്നല്ല, യേശുവിനെ അറിഞ്ഞ ഓരോരുത്തരും ലോകത്തെ ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ പിന്നാലെ പോകേണ്ടവരാണ്. അങ്ങനെ നമ്മൾ ലോകത്തെ ഏത് രീതിയിൽ, ലോകമെന്ന് പറയുമ്പോൾ ഈ ഭൂമിയല്ല ഉദ്ദേശിക്കുന്നത്, ഈ ലോകമെന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങളല്ല, ഈ ലോകമെന്ന് പറയുന്നത് ദൈവഗതത്തിന് വിരുദ്ധമായി കാണുന്ന ഒരുപാട് സംഗതികളാണ്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഈ ലോകം വെച്ച് നീട്ടുന്ന പല പ്രവണതകളുമാണ്. അതിനെ എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്? അതാണ് ലോകം, ദേഹം, പിശാച്. ഇതിനെ മൂന്നിനെ ഉപേക്ഷിക്കണം എന്ന് പറയുന്നതിന് കാരണം അതാണ്. ഫിലിപ്പി ലേഖനത്തിൽ 3-ാമത്തെ അധ്യായത്തിൻ്റെ 6 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങൾ. എന്നാൽ എനിക്ക് ലാഭമായിരുന്ന ഇവയെല്ലാം ക്രിസ്തുവിനെ പ്രതി നഷ്ടമായി ഞാൻ കണക്കാക്കി. ഇവ മാത്രമല്ല, എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലതും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അപ്പൊ പൗലോസ്ലീഹായെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തുവിനെ സ്വന്തമാക്കാൻ വേണ്ടി യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനത്തിന് കൂടുതൽ വില കൽപ്പിച്ചിട്ടുള്ളത് കൊണ്ട് ബാക്കി ഈ ലോകത്തിലുള്ള എല്ലാ കാര്യത്തെയും നഷ്ടമായിട്ട് ഉപേക്ഷിക്കാൻ തീരുമാനിക്കുകയാണ്. എന്നിട്ട് പൗലോസ്ലീഹ ആ നഷ്ടമാക്കുന്നതിനെ കണക്കാക്കുന്ന രീതി എന്നാണെന്നറിയോ? എല്ലാത്തിനും ഉച്ഛിഷ്ടം പോലെ കരുതുക. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അവനെ പ്രതി സകലതും, ഈ ലോകം വെച്ച് നീട്ടുന്ന ഒരുപാട് മോഹന വാഗ്ദാനങ്ങള്, അതിൽ ഉച്ഛിഷ്ടം പോലെ, ഉച്ഛിഷ്ടം വേണ്ട, ഉച്ഛിഷ്ടം പോലെ കരുതുക. ഹല്ലേലൂയ. Hallelujah. ഒരു പക്ഷേ ദൈവരാജ്യവേലയിൽ അധ്വാനിക്കുന്ന ഒരുപാട് ശുശ്രൂഷകര് ഇതുപോലെയുള്ള ഒരുപാട് സുഖ സൗകര്യങ്ങള്, ഒരുപാട് കാര്യങ്ങൾ വേണ്ട എന്ന് വെച്ചിട്ട് തന്നെയാണ് സുവിശേഷ വേല ചെയ്യുന്നത്. എനിക്കറിയാം, ഞാൻ 10-20 വർഷക്കാലം അൽമാരുടെ കൂടെ ശുശ്രൂഷ ചെയ്യുന്ന ആളാണ്. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ഒരുപാട് കാര്യങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ടാണ്. അങ്ങനെ ഈ ലോകത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ വേണ്ടാന്ന് വെച്ച് ഉച്ഛിഷ്ടം പോലെ നമ്മൾ ഈ ലോകത്തിൻ്റെ കാര്യങ്ങളെ കരുതുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട മകനെ മകളെ, ഒരു കാര്യം ചങ്കിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചോ. അങ്ങനെ നമ്മൾ ലോകത്തെ കരുതുമ്പോൾ ലോകം നമ്മളെ കാണുന്ന ഒരു രീതിയുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, അല്ലെ ചിലപ്പോൾ തകർന്നു പോകും. അതിതാണ് 1 Corinthians 4:13. 1 Corinthians chapter 4 verse 13. ഞങ്ങളിപ്പോൾ ലോകത്തിന്റെ ചപ്പും ചവറും പോലെയും എല്ലാറ്റിന്റെയും ഉച്ഛിഷ്ടം പോലെയുമായി തീർന്നിരിക്കുന്നു. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. പൗലോസ്ലീഹ പറയാണ്, ഇപ്പൊ ലോകത്തിന്റെ ദൃഷ്ടിയിൽ ഞങ്ങൾ എന്താണെന്നറിയാവോ? വാരിക്കൂട്ടി കത്തിക്കാനുള്ള ചപ്പും ചവറ്, എല്ലാത്തിന്റെ ഉച്ഛിഷ്ടം. അപ്പൊ നോക്കിയേ, നിങ്ങളെ വചനങ്ങളൊന്ന് ചേർത്ത് വെച്ച് നോക്കിയേ. പൗലോസ്ലീഹ ലോകത്തെ ഉച്ഛിഷ്ടം പോലെ കണ്ടപ്പോൾ ഈ ലോകം പൗലോസ്ലീഹയെ ഉച്ഛിഷ്ടം പോലെയും ചപ്പും ചവറും പോലെയും കണ്ടു. ചപ്പും ചവറും എന്ന് പറഞ്ഞാൽ ഒരു പ്രയോജനമില്ലാത്ത, ഒരു ഉപകാരമില്ലാത്തത്. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. ഉച്ഛിഷ്ടം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഒരു പക്ഷേ ഈ വചനം കേട്ടോണ്ടിരിക്കുന്ന നിങ്ങളിൽ അനേകം പേര് ദൈവരാജ്യ വേലക്കാരനെ, ശുശ്രൂഷകനോ, ദൈവവിളി സ്വീകരിച്ച വൈദികനോ ശുശ്രൂഷ അല്ലായിരിക്കാം. പക്ഷേ ഈശോയ്ക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, വചനത്തിന് വേണ്ടി നിന്നത് കൊണ്ട് ഇതേപോലെ മറ്റൊരു ചപ്പൻ ചവറ് ഉച്ഛിഷ്ടം പോലെ കരുതുന്നവരായി കണക്കാക്കപ്പെടുന്നവരുണ്ടാവും. നിങ്ങൾക്ക് വേണ്ടിയാണ് കർത്താവ് ഈ വചനം തരുന്നത്. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. അങ്ങനെ നമ്മളെ ലോകം കാണാൻ തുടങ്ങുമ്പോഴല്ലോ, നമ്മളെ ലോകം പറയുന്ന ലോകം നമ്മളെ നിന്ദിക്കും, ലോകം നമ്മളെ പീഡിപ്പിക്കും.
നമ്മളെക്കുറിച്ച് ഒരുപാട് ദൂഷണങ്ങളും അപവാദങ്ങളും നമ്മളെക്കുറിച്ച് പറയപ്പെടും. അതങ്ങനെയാണ്. കാരണം ലോകം നമ്മളെ ചപ്പൻ ചവറും പോലെ ഉച്ഛിഷ്ടം പോലെ കാണാൻ വേണ്ടി തുടങ്ങുമ്പോൾ അതിന് ലക്ഷണമാണ് ഇതെല്ലാം. അവിടെയൊക്കെ നമ്മൾ പിടിച്ചു നിൽക്കേണ്ടതൊക്കെ മനോഹരമായിട്ട് ഇഷ്ടിക അടുക്കി ഇങ്ങനെ കെട്ടിക്കേറുന്നത് പോലെ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. കൊരിന്തോസ്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 12, 13 തിരുവചനങ്ങൾ. 1 Corinthians chapter 4 verse 12 and 13. നിന്ദിക്കപ്പെടുമ്പോൾ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു, പീഡിപ്പിക്കപ്പെടുമ്പോൾ അടിപതറാതെ നിൽക്കുന്നു, ദൂഷണം പറയുന്നവരോട് ഞങ്ങൾ നല്ല വാക്ക് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അപ്പൊ ലോകം നമ്മളെ ചപ്പും ചവറും പോലെ കാണാൻ തുടങ്ങുന്നതിന് കാരണം നമ്മൾ ലോകത്തെ ചപ്പും ചവറും പോലെ കണ്ടു, ലോകത്തെ ഉച്ഛിഷ്ടം പോലെ കണ്ടു. അതുകൊണ്ട് അവർ നമ്മളെ ഇങ്ങനെ കാണുക, ലോകം. എൻ്റെ സഹോദരങ്ങളെ, അപ്പൊ അവർ നമ്മളെ നിന്ദിക്കും. ഇങ്ങനെ നടന്നിട്ട് എന്താ കാര്യം, ഇങ്ങനെ നടന്നിട്ട് എന്താ കാര്യം, എന്ത് പ്രയോജനം, ഈ സഭയിൽ നിന്നിട്ടുണ്ട്, ഈ പ്രാർത്ഥന നടന്നിട്ടുണ്ട്, ഈ ദൈവഭക്തി കൊണ്ട് എന്ത് കാര്യം എന്ന് പറഞ്ഞ് ഒരുപാട് പേര് നിന്ദിക്കും. എൻ്റെ പ്രിയപ്പെട്ട ദൈവപൈതലെ, നിന്ദിക്കപ്പെടുമ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് നമ്മൾ വായിച്ചു കേട്ടത്? നിന്ദിക്കപ്പെടുമ്പോൾ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിന്ന ഇങ്ങോട്ട് വരുമ്പോ നമ്മൾ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കണം. അതായത് ക്രിസ്തുവിന് വേണ്ടി നിൽക്കുന്നത് കൊണ്ട്, സഭയ്ക്ക് വേണ്ടി നിൽക്കുന്നത് കൊണ്ട്, ക്രിസ്തുവിൻ്റെ നാമം നിമിത്തം നിങ്ങൾ നിന്ദിക്കപ്പെടുമ്പോൾ, വചനം പാലിക്കുന്നത് നിന്ദിക്കപ്പെടുമ്പോൾ, പരീക്ഷയ്ക്ക് കോപ്പി അടിക്കുന്ന സമയത്ത് ഞാൻ ക്രിസ്ത്യാനി ആയതുകൊണ്ട് കോപ്പി അടിക്കണ്ടെന്ന് വെക്കുമ്പോൾ, പലരും ഈ ലോകത്തിൻ്റെ രീതി വേണ്ടാന്ന് വെക്കുമ്പോൾ, നീ മണ്ടൻ, നീ പൊട്ടൻ എന്ന് പറഞ്ഞ് നിന്ദിക്കപ്പെടുമ്പോൾ നീ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? നീ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കണം. എന്തുകൊണ്ടെന്നാൽ ഇങ്ങനെ നിന്ദിക്കപ്പെടുമ്പോൾ ഒരു കാര്യം, നിങ്ങൾ ഭാഗ്യവാന്മാർ എന്ന് പറയാൻ കാരണം എന്താ പറയാ? ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ വസിക്കുന്നു. അതാണ് കാരണം. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അപ്പൊ ക്രിസ്തുവിന്റെ നാമത്തിൽ നിന്ദിക്കപ്പെടാം, സഭയിൽ ആയതുകൊണ്ട് നിന്ദിക്കപ്പെടാം. കാരണം എന്താ? ക്രിസ്തുവും സഭയും രണ്ടല്ല, ഒന്നാണ്. നീ വചനത്തിന് വേണ്ടി നിൽക്കുന്നതോടെ നിന്ദിക്കപ്പെടാം. ജെറമ്യാ പ്രവചനം 20:8, ബുക്ക് ഓഫ് ജെറമയ ചാപ്റ്റർ 20 verse 8. കർത്താവിൻ്റെ വചനം എനിക്ക് ഇടവിടാത്ത നിന്ദനത്തിന് പരിഹാസത്തിന് ഹേതുവായി. ഹേതു എന്ന് പറഞ്ഞാൽ എന്താ? കാരണം. ഇടവിടാതെ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മിനിറ്റ് ഒഴിവില്ല. അതുപോലെ ജെറമ്യാ പറയുകയാണ്, കർത്താവിൻ്റെ വചനം ഞാൻ പ്രഘോഷിക്കുന്നത് കൊണ്ട്, കർത്താവിൻ്റെ വചനത്തിന് ഞാൻ നിന്നത് കൊണ്ട്, വചനം പാലിക്കുന്നത് ഇടവിടാത്ത നിന്ദനം. ഇടവിടാത്ത നിന്ദനം. അപ്പം നമ്മൾ സന്തോഷിക്കണം, നമ്മൾ അനുഗ്രഹിക്കണം. എന്താ കാരണം എന്നറിയോ? ദൈവാത്മാവ് നമ്മളെ വസിക്കുന്നു എന്നതിൻ്റെ തെളിവാണതെന്നല്ലേ വചനം വെളിപ്പെടുത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ദൈവാത്മാവ് വരുന്നു. ഇപ്പോൾ പരിശുദ്ധാത്മാവ്, പന്തക്കോസ്തായിൽ പരിശുദ്ധാത്മാവും എന്തൊരു ആഹ്ലാദമാ! ഒരു ധ്യാനത്തിന് പരിശുദ്ധാത്മാഭിഷേക പ്രാർത്ഥന സമയത്ത് എന്തൊരു ആഹ്ലാദ ആരവമാ എന്ന് പറഞ്ഞാൽ, പരിശുദ്ധാത്മാവ് വരുമ്പോൾ സന്തോഷിക്കുകയല്ലേ ചെയ്യേണ്ടത്? അതല്ലേ വായിച്ച വചനം? ക്രിസ്തുവിന്റെ നാമനിമിത്തം നിന്ദിക്കപ്പെട്ട നിങ്ങൾ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ മഹത്വത്തിന്റെ ആത്മാവ്, അതായത് പരിശുദ്ധാത്മാവ്, റുഹാദ് ഖുദീസ നമ്മൾ വസിക്കുന്നു എന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. നിന്ദിക്കപ്പെട്ട് നമ്മൾ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കണം. ഈശോ കാണിച്ചു തന്നു. 1 പത്രോസ് 2:23, 1 Peter chapter 2 verse 23. നിന്ദിക്കപ്പെട്ടപ്പോൾ അവൻ പകരം നിന്ദിച്ചില്ല, പീഡനമേറ്റപ്പോൾ ഭീഷണിപ്പെടുത്തിയില്ല, പിന്നെയോ നീതിയോടെ വിധിക്കുന്നവന് തന്നെ ഭരമേൽപ്പിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞ ഉണ്ടാകാവുന്ന ഒരു മനോഭാവം, ഉണ്ടാകേണ്ട മനോഭാവമാണ്. നിന്ദിക്കപ്പെടുമ്പോൾ പകരം നിന്ദിക്കാനുള്ള ഒരു ടെൻഡൻസി വരും. ചെയ്യരുത്. എന്നിട്ട് ഈശോ നിന്ദിച്ചില്ല, പക്ഷെ വെളിപ്പെടുത്തുകയാണ്. ഒരുമിച്ച് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. നമ്മൾ ഇങ്ങനത്തെ നിന്ന കിട്ടുമ്പോൾ പകരം നിന്ദിക്കാൻ തുടങ്ങാൻ നമ്മൾ തന്നെ മലീമസരായിട്ട് തീരും. യൂദാസ്ലീഹ എഴുതിയ ലേഖനത്തിൽ അതിൻ്റെ 8-10 വാക്യങ്ങളിലുണ്ട്, സ്വപ്നങ്ങളിൽ നിമഗ്നരായിരിക്കുന്ന ഈ മനുഷ്യർ ശരീരത്തെ അശുദ്ധമാക്കുകയും അധികാരത്തെ തള്ളിപ്പറയുകയും മഹിമ അണിഞ്ഞവരെ നിന്ദിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യർ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന് വേണ്ടി ലോകത്തെ ഉപേക്ഷിക്കാതെ, എന്തെങ്കിലും ഉപേക്ഷിക്കാതെ ഈശോനെ നേടാൻ പറ്റിയല്ല. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ അവർ മഹിമ അണിഞ്ഞവരെ നിന്ദിക്കും. തുറന്ന് വായിക്കാം. പ്രധാന ദൂതനായ മിഖായേൽ മോശയുടെ ശരീരത്തെ ചൊല്ലി പിശാചിനോട് തർക്കിച്ചപ്പോൾ അവനെ കുറ്റപ്പെടുത്തിയിട്ട് നിന്ന വചനം പോലും ഉച്ചരിക്കാൻ തുനിഞ്ഞില്ല, പിശാചിനെ പോലും നിന്ദിച്ചില്ല. പിന്നെ കർത്താവ് നിന്നെ ശാസിക്കട്ടെ എന്ന് പറയുന്നു. ഈ മനുഷ്യരാകട്ടെ, നമ്മളാകട്ടെ, തങ്ങൾക്ക് മനസ്സിലാകാത്ത എല്ലാ കാര്യങ്ങളെയും ദുഷിക്കുന്നു.
വിശേഷ ബുദ്ധിയില്ലാത്ത മൃഗങ്ങളെ പോലെ തങ്ങളുടെ ജന്മവാസന കൊണ്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ വഴി അവർ തങ്ങളെ തന്നെ മലിനരാക്കുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് നിന്ദിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ, പകരം നിന്ദിക്കാൻ തുടങ്ങിയാൽ നമ്മളാണ് അശുദ്ധമായ, നമ്മൾ മലീമസരായിട്ട് തീരുകയാണ്, നമ്മൾ മലിനരായിട്ട് തീരുകയാണ്. 1 പത്രോസ് 3:9 തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തെ നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കുവൻ. കാരണം അനുഗ്രഹമോ അവകാശമാക്കുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടവരാണല്ലോ നമ്മൾ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ തിന്മയ്ക്ക് തിന്മ പകരം കൊടുക്കാതെ നിന്ദനത്തിന് പകരം നിന്ന കൊടുക്കാതിരിക്കുമ്പോൾ സംഭവിക്കുന്നത് നമ്മൾ അനുഗ്രഹം അവകാശമാക്കുകയാണ്. ഹല്ലേലൂയ. രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, ലോകത്തെ ഉപേക്ഷിച്ച വ്യക്തി ലോകം നിന്നെ ഉപേക്ഷിക്കും. അപ്പൊ ഒന്ന് നിന്ന വരും. രണ്ടാമത്തെ സംഗതി, പീഡിപ്പിക്കപ്പെടുമ്പോൾ ആട്ടിപ്പതറാതെ നിൽക്കണം. നമ്മൾ വായിച്ച വചനമാണ് 1 Corinthians 4:12. ഒന്നുകൂടെ കേൾക്കാം. നിന്ദിക്കപ്പെടുമ്പോൾ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. പൗലോസ് പറഞ്ഞു, അത് വചനമാണ്, അത് കീപ്പ് ചെയ്യണം. രണ്ടാമത്തെ സംഗതി എന്താ? പീഡിപ്പിക്കപ്പെടുമ്പോൾ ആട്ടിപ്പതറാതെ നിൽക്കണം. ഹല്ലേലൂയാ. പ്രൈസ് ദി ലോർഡ്. ഈ നാളുകളിലൊക്കെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയുടെ നാമത്തെ പ്രതി പീഡിപ്പിക്കപ്പെടുന്നത് എത്ര പേരുടെ ചങ്ക് പറഞ്ഞിട്ടുള്ള ആ നിലവിളിയുടെ വീഡിയോകൾ നമ്മൾ കാണുന്നുണ്ട്. ലോകത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും വ്യത്യാസമില്ലാതെ. പക്ഷേ ആ വീഡിയോ ഒക്കെ കാണുമ്പോൾ അവരിങ്ങനെ അടിപതറാതെ നിൽക്കുന്നത് കണ്ടില്ലേ? അപ്പസ്തോലന്മാര് അപ്പസ്തോല കാലഘട്ടത്തിൽ ജീവിച്ചതുപോലെ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ അങ്ങനെ പീഡിപ്പിക്കുന്നവരെ കൊണ്ട് നമ്മൾ സ്വരമുയർത്തണം, സംസാരിക്കണം, ഉറപ്പ്, സംശയമില്ല കാര്യത്തിൽ. ആ കാര്യം യാതൊരു സംശയമില്ല. പക്ഷേ നമുക്ക് അങ്ങനത്തെ സാഹചര്യം വരുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് അടിപതറി പോകരുത്, വചനത്തിൽ നിന്ന് അടിപതറി പോകരുത്, സഭയിൽ നിന്ന് അടിപതറി പോകരുത്. പറയാ 2 Corinthians 4:9 പീഡിപ്പിക്കപ്പെടുന്നു, പക്ഷെ ഞങ്ങൾ പരിത്യക്തരാകുന്നില്ല. ഞങ്ങൾ അങ്ങനെ ഉപേക്ഷിക്കപ്പെടുന്നൊന്നുമില്ല, അടിച്ചു വീഴ്ത്തപ്പെടുന്നു, പക്ഷെ ഞങ്ങൾ നശിപ്പിക്കപ്പെടുന്നില്ല. ഞങ്ങളെ നശിപ്പിക്കാൻ ആർക്കും പറ്റിയല്ല. കർത്താവ് പുതിയ നിയമത്തിൽ പറഞ്ഞില്ലേ, സുവിശേഷത്തില്, കൊന്നിട്ട് നമ്മുടെ ആത്മാവിനെ നരകത്തിലേക്ക് തള്ളാൻ കഴിവുള്ളവനെ മാത്രം പേടിച്ചാൽ ബാക്കി ഒരു സ്ഥലത്ത് അടിപതറരുത്. ഇങ്ങനെ പീഡിപ്പിക്കപ്പെടുമ്പോൾ അന്നത്തെ കാലത്ത് അപ്പോസ്തലന്മാർ ചെയ്ത പരിപാടി നിങ്ങൾ കാണുന്ന സഹോദരങ്ങൾ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 14:22, ആക്ട്സ് ചാപ്റ്റർ 14:22. വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നിരവധി പീഡനങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെന്ന് ഉപദേശിച്ചുകൊണ്ട് ശിഷ്യരുടെ മനസ്സിനെ അവർ ശക്തിപ്പെടുത്തി. കണ്ടോ, അതുപോലത്തെ പ്രതിസന്ധികൾ വരും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഇത് കുറയുമെന്ന് വിചാരിക്കരുത്, കൂടുകയുള്ളൂ. ഇത് കുറയുമെന്ന് വിചാരിക്കരുത്, കൂടുകയുള്ളൂ. അങ്ങനെയാണ് തിരുവചനം പഠിപ്പിക്കുന്നത്. ആ പീഡനങ്ങളിലൂടെ സഭ കടന്നു പോയിട്ട് തന്നെയാണ് സഭാമക്കൾ ദൈവരാജ്യത്തിൽ എത്തിച്ചേരുക. അതുകൊണ്ട് നിരവധി പീഡനങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെന്ന് ഉപദേശിച്ചുകൊണ്ട് ശിഷ്യരുടെ മനസ്സിനെ ശക്തിപ്പെടുത്തി അടിപതറാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോസ്തലന്മാർ ആട്ടി ഉറച്ച വിശ്വാസമാണ്, ആട്ടി ഉറച്ച വചനത്തിൽ നിൽക്കുകയാണ്, മണൽത്തിട്ടയിലൊന്നുമല്ല നിൽക്കുന്നത്. അതുകൊണ്ട് അപ്പോസ്തലന്മാർ ചെന്നിട്ട് ഇവരെ ഇങ്ങനെ ശക്തിപ്പെടുത്തുവാണ്. അത് പീഡിപ്പിക്കപ്പെടുമ്പോൾ അടിപതറാതെ നിൽക്കണം. എന്നിട്ട് ചെയ്യേണ്ടത് എന്താ? റോമ 12:14, നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുക, അല്ലാതെ ശപിക്കരുത്. കണ്ടോ, മത്തായി 5:43, അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുവിനെ ദ്വേഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്ന, ശത്രുക്കളെ സ്നേഹിക്കുക, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. അതുപോലെ തന്നെ എൻ്റെ സഹോദരങ്ങളെ, മറ്റൊരവസ്ഥ ശ്രീക പറയുന്നുണ്ട്. ലോകത്തെ ചപ്പൻ ചവറും പോലെ കരുതുമ്പോൾ ലോകം നമ്മളെ കാണുന്ന രീതി 2 Corinthians 4:8 ഞങ്ങൾ എല്ലാ വിധത്തിലും ഞെരുക്കപ്പെടുന്നു, എങ്കിലും ഞങ്ങൾ തകർക്കപ്പെടുന്നില്ല. വിഷമിപ്പിക്കപ്പെടുന്നു, എങ്കിലും ഭഗ്നാശരാകുന്നില്ല. അതുകൊണ്ട് എന്താ വചനത്തെ അർത്ഥം? ഞെരുക്കപ്പെടും. മൂന്നാമത്തെ സംഗതി, ഞെരുക്കപ്പെടുമ്പോൾ തകർക്കപ്പെടരുത്. ഞെരുക്കപ്പെടുമ്പോൾ തകർക്കരുത്. അതുകൊണ്ടാണ് ഈശോ മുൻകൂട്ടി പറഞ്ഞത്, എൻ്റെ സഹോദരങ്ങളെ ക്രിസ്ത്യാനിയാണ് എന്നതിൻ്റെ പേരിൽ തന്നെ ഞെരുക്കം ഉണ്ടാവും. യോഹന്നാൻ 16:33 ഈശോ പറഞ്ഞു, ലോകത്ത് നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കും, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ തകർക്കപ്പെടരുത്. അതിൽ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞു വെച്ച് ഇത് ഉണ്ടാവുമെന്ന് പറഞ്ഞിരിക്കുന്നില്ല. പിന്നെ എന്താ ഉണ്ടാവാത്തത്? യേശു പറഞ്ഞത് എല്ലാം നടക്കും, ഒരു വ്യത്യാസവും ഇല്ല. കാരണം യേശു അല്ലാതെ വേറെ ദൈവവും ഇല്ല, ദൈവവചനത്തിന് മാറ്റവും ഇല്ല. ഹല്ലേലൂയ. വെളിപാട് 2:10, നീ ഉടനെ സഹിക്കാനിരിക്കുന്നവരെ ഭയപ്പെടരുത്, നിങ്ങളിൽ ചിലരെ പിശാച് തടവിടാനിരിക്കുന്നു, അത് നിങ്ങൾ പരീക്ഷിക്കപ്പെടുന്നതിനാണ്. 10 ദിവസത്തേക്ക് നിങ്ങൾക്ക് ഞെരുക്കം ഉണ്ടായിരിക്കും.
മരണം വരെ വിശ്വസ്തനായിരിക്കുക, ജീവന്റെ കിരീടം ഞാൻ നിനക്ക്. ഇതൊക്കെ നിശ്ചിത കാലത്തേക്കുള്ള സഹോദരൻ ഞെരുക്കം. അപ്പോൾ ഞെരുക്കപ്പെടുമ്പോൾ തകർക്കപ്പെടരുത്. പറഞ്ഞ ഹല്ലേലൂയ. അടുത്ത കാര്യം, നാലാമത്തെ കാര്യം, വിഷമിപ്പിക്കപ്പെടുമ്പോൾ ഭഗ്നാശരാകരുത്. ഒന്നുകൂടെ വചനം വായിക്കാം. ഞങ്ങൾ എല്ലാ വിധത്തിലും ഞെരുക്കപ്പെടുന്നു, എങ്കിൽ ഞങ്ങൾ തകർക്കപ്പെടുന്നില്ല. വിഷമിപ്പിക്കപ്പെടും. ഒരുപാട് പേര് നമ്മളെ വിഷമിപ്പിക്കും. പക്ഷെ ഭഗ്നാശരാകുന്നില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്നാ? പിന്നെ പ്രതീക്ഷയ്ക്ക് ഒരു വകയില്ല, നിരാശയ്ക്ക് അടിമപ്പെട്ട ആശයට അങ്ങനെയായി തീരരുത്. അങ്ങനെയായി തീരരുത് സഹോദരങ്ങളെ. പറഞ്ഞ ഹല്ലേലൂയ. പൗലോസ് പറയാണ് 2 കൊരിന്ത്യർ 12:9-10, അതുകൊണ്ട് ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ്. എന്തെന്നാൽ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത്. പരാജയത്തെ ഓർത്താണ് സന്തോഷിക്കേണ്ടത്. ഞെരുക്കം വന്നാലും ശരി, പീഡനം വന്നാലും ശരി, നിന്ദ വന്നാലും ശരി, അപവാദം വന്നാലും ശരി, എന്ത് സംഗതി വന്നാലും ശരി, എൻ്റെ സഹോദരങ്ങളെ തകർക്കപ്പെട്ടു വരുന്നത്. കാരണം നമ്മൾ ഇങ്ങനെയൊക്കെ കടന്നു പോകുമ്പോൾ ഒരുപാട് ആത്മാക്കൾ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 2 കൊരിന്ത്യർ 4:10-12, യേശുവിൻ്റെ ജീവൻ ഞങ്ങളെ ശരീരത്തിൽ പ്രത്യക്ഷമാകുന്നതിന് അവിടുത്തെ മരണം ഞങ്ങൾ എപ്പോഴും ശരീരത്തിൽ സംഭവിക്കുന്നു. ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ യേശുവിൻ്റെ ജീവൻ പ്രത്യക്ഷമാകേണ്ടതിന് ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ യേശുവിനെ പ്രതി സദാ മരണത്തിന് ഏൽപ്പിക്കപ്പെടുന്നു. തന്നിമിത്തം ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയാ. അതായത് നമ്മളെ ഇങ്ങനെ നിന്ദിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ ഇങ്ങനെ എന്താ പറയുന്നത്, തകർക്കാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ, നമുക്ക് ഇതേപോലെ ഞെരുക്കങ്ങൾ അനുവദിക്കപ്പെടുമ്പോൾ, നമ്മൾ ഇതേപോലെ പീഡിപ്പിക്കപ്പെടുമ്പോൾ, നമ്മൾ ഈശോയുടെ മരണം നമ്മളെ ശരീരത്തിൽ അങ്ങോട്ട് സംഭവിക്കുക. അതെന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ലോകത്തെ ഉച്ഛിഷ്ടം പോലെ കരുതിയിട്ട് നീതിമാനായ കർത്താവിനെ രണ്ടാമത്തെ ആഗമനത്തെ ദർശിക്കാൻ, അനുഭവിക്കാൻ. എന്നിട്ട് നമ്മൾ ഇങ്ങനെ മരണം സംഭവിക്കുന്നതുകൊണ്ട് മെച്ചം എന്നറിയോ? ഈ പീഡകരിൽ അടക്കമുള്ള ഒരുപാട് പേരിൽ ജീവൻ പ്രവർത്തിക്കാൻ ഇടവരും. എൻ്റെ സഹോദരങ്ങളെ, വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ രൂപത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ, വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ഫോട്ടോന് മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇതെല്ലാം അനുഭവപ്പെടുന്നത്. അവരൊക്കെ സ്വർഗത്തിലിരുന്ന് എൻ്റെ സഹോദരങ്ങളെ ശരീരത്തിൽ ഇതേപോലെയൊക്കെ സഹിച്ചു കഴിഞ്ഞപ്പോൾ അവര് വഴി എത്ര പേരാ ജീവൻ പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തൊക്കെ വന്നാലും ശരി, അടിപതറാതെ നിൽക്കണം, തകർക്കപ്പെടാതെ നിൽക്കണം. നിന്ദിക്കപ്പെടുമ്പോൾ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കണം, പീഡിപ്പിക്കപ്പെടുമ്പോൾ അടിപതറാതെ നിൽക്കണം. എൻ്റെ സഹോദരങ്ങൾ, അങ്ങനെ നിത്യജീവനിലേക്ക് പ്രവേശിക്കണം, അതിനെ ശക്തിപ്പെടുത്തണം. അങ്ങനെ നമ്മൾ ശരീരത്തിൽ സഹിച്ചൊക്കെ നിൽക്കുമ്പോൾ അനേകര് നമ്മൾ വഴി ജീവൻ പ്രാപിക്കാൻ കർത്താവ് അനുവദിക്കും. സജീവനായ കർത്താവിൻ്റെ മുമ്പിൽ ഓരോരുത്തരും ഹൃദയം തുറന്നപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. പഴയ നിയമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളിലൂടെ ജനത്തെ നയിച്ച കർത്താവ്, പുതിയ നിയമത്തിൽ ഈശോ പാലസ്തീന പരിസര പ്രദേശങ്ങളിൽ വ്യാപരിച്ചപ്പോൾ എത്രയോ അത്ഭുതങ്ങളും അടയാളങ്ങൾ, രോഗശാന്തികൾ, സൗഖ്യങ്ങൾ, മാനസാന്തരങ്ങൾ. തുടർന്ന് അപ്പസ്തോലിക കാലഘട്ടത്തിൽ അതുപോലെ തന്നെ ഇന്ന് സഭയിലൂടെ കർത്താവ് അതുപോലെ പ്രവർത്തിക്കുകയാണ്. കർത്താവ് രോഗികളെ സുഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. കർത്താവ് മക്കളില്ലാത്ത ദമ്പതികൾക്ക് മക്കളെ നൽകാൻ ആഗ്രഹിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾക്കുള്ള ദുർപീഡകൾ, അങ്ങനെ തന്നെ ബുദ്ധിമുട്ട് മാറ്റാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവായ ദൈവമേ, സാക്ഷ്യങ്ങളൊക്കെ കേട്ടതുപോലെ കർത്താവ് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബങ്ങളെ ഇപ്പം കാണണമേ. കർത്താവേ, രോഗപീഠങ്ങളും പൈശാചിക പീഠങ്ങളും തടസ്സങ്ങളും, കുഞ്ഞുങ്ങൾക്ക് ദുർപീഠങ്ങളും, മക്കൾ ജനിക്കാനുള്ള തടസ്സങ്ങളും, ബന്ധനങ്ങളും, ആധിപത്യങ്ങളും കുടുംബങ്ങളുടെ ബന്ധനങ്ങൾ അഴിയട്ടെ, അടിമത്തങ്ങൾ മാറട്ടെ, യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചിടട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ, അടിമത്തങ്ങൾ മാറട്ടെ, യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചിടട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ, അടിമത്തങ്ങൾ മാറട്ടെ, യേശുവിന്റെ ശക്തി പുറപ്പെട്ട് അനേകം സൗഖ്യം പ്രാപിക്കട്ടെ. ശക്തി പുറപ്പെട്ട് സൗഖ്യം വിടുതൽ ഈ ജനതയിൽ ഒഴുകട്ടെ. യേശുവിൽ നിന്നും ശക്തി പുറപ്പെട്ട് സൗഖ്യം ആശീർവാദം നൽകുമ്പോൾ സമയത്ത് കുടുംബങ്ങൾ അനുഗ്രഹം പ്രാപിക്കട്ടെ. കൈകൾ ഉയർത്തി വിളിക്കട്ടെ. യേശുവേ, അടിമത്തങ്ങൾ മാറട്ടെ, യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചിടട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ, അടിമത്തങ്ങൾ മാറട്ടെ, യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചിടട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ, അടിമത്തങ്ങൾ
നാമത്തിൽ വിടുതൽ പ്രാപിച്ചിടട്ടെ യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചിടട്ടെ യേശുവിന്റെ നാമത്തിൽ